ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷനാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസൊണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. പോസിറ്റീവായിട്ടിരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷനാണ് നോക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണാലിറ്റി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ പേഴ്സണാലിറ്റി നോക്കുമ്പോൾ. അതായത് ഒരുപാട് ഫാൻസ് ഉണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ഹീലിംഗ് എനർജിയിലാണുള്ളത്. അതായത് ആ ഒരു വ്യക്തിയുടെ സോൾ ഹീലായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആ ഒരു വ്യക്തിക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വന്നതായിട്ട് കാണുന്നു. ഒരുപാട് കാലമായിട്ട് ചിലപ്പോൾ ഈ ഒരു വ്യക്തി ജോബിനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കാം. എന്തായാലും ഈ ഒരു വ്യക്തിക്ക് എന്തൊക്കെയോ ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി വന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രാക്ടിക്കലായിട്ട് ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. മേ ബി ഈ ഒരു പേഴ്സണ് അബ്രോഡ് പോകാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം ലഭിച്ചത്. എന്തായാലും ആ ഒരു ഡിസിഷനുമായി ആ ഒരു വ്യക്തി മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഇവിടെ കാണുന്നു. ഇനി നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെയധികം സ്റ്റക്കാണെന്നാണ് കാണുന്നത്. അതായത് ഒരു രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു റിലേഷൻഷിപ്പായിട്ട് ഇതിനെ കാണാൻ കഴിയുന്നു. അതായത് നിങ്ങൾക്ക് രണ്ടു പേർക്കും എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സിറ്റുവേഷൻ കാണും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്തിട്ട്. അതാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് രണ്ടു പേർക്കും മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നുണ്ടാവില്ല, അല്ലെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് രണ്ടു പേർക്കും കഴിയുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയാൽ സക്സസ് ഉണ്ടാകുമെന്ന് ആ ഒരു പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ്. അപ്പം അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഫ്രണ്ട്സ് കൂടുതൽ ഇടപെടുന്നുണ്ടായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഫ്രണ്ട്സിനായിരിക്കാം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷമായിരിക്കാം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനത്തിലേക്ക് ഈ ഒരു പേഴ്സൺ എത്തിച്ചേരുന്നത്. എന്തായാലും ഇവിടെ ആ ഒരു പേഴ്സൺ ഫ്രണ്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് നിൽക്കുന്നത് മേ ബി ആ ഒരു വ്യക്തിയുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. അപ്പോൾ അത് കാരണം ആ ഒരു ഫ്രണ്ട്സിൻ്റെ അഡ്വൈസ് സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തി അതിൽ നിന്ന് പിന്തിരിയുന്നുണ്ടായിരിക്കാം. എന്തായാലും ഇവിടെ നിങ്ങൾ വളരെയധികം ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണെന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ആയിട്ട് നിൽക്കുന്നത് ഫ്രണ്ട്സ് തന്നെ ആയിരിക്കാം. ഇവിടെ നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി വളരെയധികം സെൻസിറ്റീവായിട്ടുള്ള ആളുകളായിട്ട് കാണുന്നു.
അതായത് ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെയധികം സങ്കടപ്പെടുന്നവരാണ് നിങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രകൃതിയുമായിട്ട് കൂടുതൽ ഇണങ്ങി ജീവിക്കുന്നതൊക്കെ വളരെയധികം ഇഷ്ടമുള്ള കാര്യമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫ് ജീവിക്കുന്നതായിരിക്കാം കൂടുതൽ കംഫർട്ടബിളായിട്ട് തോന്നുന്നത്. എന്തായാലും ഇവിടെ നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷനാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടു പോകാനായിട്ട് സാധിക്കാത്തത്. എന്തായാലും ഇവിടെ ഒരു ഏഞ്ചൽസിൻ്റെ പ്രൊട്ടക്ഷനുള്ള ഒരു ബന്ധമായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി വളരെയധികം ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ലൈഫ് വളരെയധികം, അതായത് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ലൈഫിൽ നിങ്ങൾ വളരെയധികം അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷെ നിങ്ങൾക്ക് ഇതുവരെയും അങ്ങനത്തെ ഒരു രീതിയിലോട്ട് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും കഴിയുന്നുണ്ടാവില്ല. എന്തായാലും ഇവിടെ നിങ്ങൾ ഒരു പുതിയ തുടക്കമാണ് ഈ ഒരു പേഴ്സണുമായിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ വളരെയധികം സ്റ്റക്കാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. പക്ഷേ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു പുതിയ തുടക്കം കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. മേ ബി ഈ ഒരു പേഴ്സൻ്റെ ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ടുള്ള ആ ഒരു ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു എനർജിയിലിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. മേ ബി ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കാൾ ഏജ് കുറവുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് കാണുന്നു. എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരാൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള മാക്സിമം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കാം. മേ ബി അത് നിങ്ങളായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. എന്തായാലും നിങ്ങളിൽ ഒരാൾ ഒരു ചേസിങ് എനർജിയിലാണ്. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളത് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് വളരെയധികം അടിച്ചു പൊളിച്ച് വളരെയധികം സന്തോഷത്തോടെ മുന്നോട്ട് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് എത്തണം എന്നുള്ള രീതിയിലുള്ള ആഗ്രഹമായിരിക്കാം നിങ്ങളുടേത്. എന്തായാലും നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു ട്രാൻസ്ഫർമേഷനാണ് ഇപ്പോൾ നടന്നേക്കുന്നത്. ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ ഒരു സമയമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ എന്തൊക്കെയോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഫ്രണ്ട്സിനോട് അഡ്വൈസ് ചോദിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കൂടുതൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൂടുതൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് കൂടുതലായിട്ട് അടുപ്പിക്കുന്നുണ്ടായിരിക്കാം. അപ്പം എല്ലാം ഇപ്പോൾ ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പ്രോബ്ലംസുകൾ ഉണ്ടാകുന്നതെന്നും ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാത്തതെന്നും എല്ലാം ഇപ്പോൾ ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ, അതായത് ഒരു റീബർത്ത് വേണമെന്ന് ആ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അല്ലെങ്കിൽ ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് കൊണ്ടുവരണം. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങണം എന്നുള്ള രീതിയിൽ, അതായത് പഴയ കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ച്, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എന്തൊക്കെ പ്രോബ്ലംസുകളുണ്ടോ അതെല്ലാം അവസാനിപ്പിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങളെ പറ്റിയിട്ട് വളരെയധികം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ഒരു പേഴ്സൺ വളരെയധികം സാഡുമാണ്.
എന്തായാലും ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഒരു ഹീലിംഗ് നടക്കുന്നുണ്ട്. അത് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് കാർഡ് സ്റ്റാർ കാർഡ് കിട്ടിയത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ചിലപ്പോൾ പുറത്തോട്ട് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ടൈം പീരീഡ് ആയിരിക്കാം ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ് കൂടെ നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ് നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു റീബർത്താണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഒരുപാട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതിനു മുന്നേ ഒരുപാട് പ്രോബ്ലംസുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു, ഒരുപാട് ഇവിടെ ഫ്രണ്ട്സ് മുഖേന അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വേണ്ടപ്പെട്ടവരായിട്ട് കരുതുന്ന ആളുകൾ നിമിത്തം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസുകൾ ഉണ്ടായതായിരിക്കാം. എന്തായാലും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡായി പോയ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു റീബർത്ത് വേണം, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റാനായിട്ട് ഇപ്പോൾ കാരണമായിരിക്കുന്നത് ആ ഒരു വ്യക്തിക്ക് വന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ എനർജി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി പാസ്റ്റിലെ മിസ്റ്റേക്കുകളെല്ലാം തന്നെ മനസ്സിലാക്കുന്നു. അതായത് മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വന്ന ആ ഒരു സാഹചര്യം, ഈ ഒരു വ്യക്തിയുടെ ആ ഒരു ഷോൾഡറിൽ ഒരു കാക്ക ഇരിക്കുന്നത് കൊണ്ട്, അതായത് ഏത് നേരവും ആ ഒരു വ്യക്തിയോട് ഓരോ കുറ്റങ്ങളും കുറവുകളും എല്ലാം തന്നെ നിരത്തി ആ ഒരു വ്യക്തിയെ വളരെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു എനർജിയാണിത്. അതുപോലെ തന്നെ ആയിരിക്കാം ഈ ഒരു വ്യക്തിയുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. നിങ്ങളെ പറ്റിയിട്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അസൂയുള്ള ഫ്രണ്ട്സുകൾ കാണുമായിരിക്കാം ഈ ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ കാണുമായിരിക്കാം. അപ്പോൾ അത് നിങ്ങളെ പറ്റിയിട്ടുള്ള എല്ലാ കുറ്റങ്ങളും ഈ ഒരു വ്യക്തിയോട് നിരത്തുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇതിനു മുന്നേ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച സിറ്റുവേഷൻസ് ഇവിടെ കാണുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെയാണ് ഈ ഒരു സമയം വളരെയധികം മിസ് ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് മെമ്മറീസ് എല്ലാം തന്നെ ഈ ഒരു വ്യക്തി ഓർത്തെടുക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു. കാരണം ആ ഒരു വ്യക്തിക്ക് ഒരു ട്രാൻസ്ഫോർമേഷനാണ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി പാസ്റ്റിൻ്റെ മിസ്റ്റേക്കുകളെല്ലാം മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ പറ്റിയിട്ടുള്ള ആ ഒരു മെമ്മറീസ് എല്ലാം തന്നെ ഈ ആളുടെ മനസ്സിലേക്ക് വരുന്നു. ആ ഒരു വ്യക്തി പാസ്റ്റിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അതായത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ് മെമ്മറീസ്. എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടൊരു റീയൂണിയനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് വിഷമം ഉണ്ടാവുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. കാരണം ഫ്രണ്ട്സിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു വ്യക്തി അവരുടെ ആ ഒരു തെറ്റുകളെല്ലാം മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അതുകൊണ്ട് തന്നെ വേഗം നിങ്ങളിലേക്ക് ഓടിയെത്തണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. അതായത് എന്ത് പ്രതിസന്ധിയും ഉണ്ടായിക്കോട്ടെ, ഇനി ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഞാൻ നീങ്ങുകയാണ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് കാണാം. ആ ഒരു വ്യക്തിക്ക് വളരെയധികം, അതായത് മറ്റുള്ളവരെ ഭയക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. മേ ബി അത് അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ല ആ ഒരു വ്യക്തിക്ക് വേണ്ടപ്പെട്ടവരായിരിക്കാം. അവരെ ഭയക്കേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷനും ഇവിടെ കാണുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സങ്കടത്തിലുമാണ്. മേ ബി ഒരു ഡിസിഷനിലേക്ക് ആ ഒരു വ്യക്തിക്ക് എത്തിപ്പെടാൻ സാധിക്കാത്തത് തന്നെ മറ്റുള്ളവരുടെ ഒരു ഇൻഫ്ലുവൻസ് തന്നെ ആയിരിക്കാം, അല്ലെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള രീതിയിലായിരിക്കാം ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. എന്തായാലും നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ ഒരു വ്യക്തി വളരെയധികം മിസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങളെ നഷ്ടമാകുമെന്ന് ആ ഒരു വ്യക്തി ഭയക്കുന്നു. ഇനി യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് നമുക്ക് നോക്കാം. യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് വ്യൂവേഴ്സിന് കൊടുക്കാനുള്ളത്? മേ ബി ഈ ഒരു സമയം നിങ്ങളുടെ ഫീലിങ്സോ ഇമോഷൻസോ എല്ലാം തന്നെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരിക്കാം. ഇതിന് മുന്നേ വരെ നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ പുറകെ വളരെ കരഞ്ഞുകൊണ്ട് പുറകെ പോകുന്ന ഒരു എനർജി ആയിരുന്നായിരിക്കാം.
പക്ഷേ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ബൗണ്ടറീസ് കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഒരു സമയം. അപ്പോൾ യൂണിവേഴ്സ് ഈ ഒരു സമയം പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ്ഡ് ആവുക. അത് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ ഫോക്കസ്ഡ് ആവാനായിട്ട് കൂടുതലായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിനൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതിന് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ആ ഒരു ജീവിതത്തിനൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. അതായത് നിങ്ങൾ ഒന്നുകിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കരിയറിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ലൈഫിൽ കൂടുതൽ സന്തോഷം കൊണ്ടുവരാൻ സാധിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഇതിനോടകം തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ശ്രദ്ധിക്കാനായിട്ട് മറക്കരുത്. കാരണം എന്തെന്നാൽ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യാൻ പോകുമ്പോഴും ചില സമയത്ത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതായത് ഏറ്റവും അടുത്തൊരു സുഹൃത്തിനെ പോലെ. അതായത് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ, അതായത് ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അത് ചെയ്യല്ലേ, അല്ലെ അത് ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിന് മോശം അവസ്ഥയുണ്ടാക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കും നമ്മുടെ ലൈഫിൽ വരുന്നത് എന്ന് ചില സമയത്ത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്ന ഒരാൾ പറയുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യില്ലേ. അപ്പോൾ യൂണിവേഴ്സ് ഈ ഒരു സമയം പറയുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് അതുമായി മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ കാര്യത്തിലും ഒരു ഹെൽത്തി ബൗണ്ടറീസ് കീപ്പ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് കൊടുക്കുന്നവരൊക്കെ ആയിരുന്നെങ്കിൽ, അതായത് ഇതിനു മുന്നേ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ പേഴ്സണെ പുറകെ ചേസ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഞാനടുത്ത് തലയിൽ വെച്ചോളാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ടായിരുന്നായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് സ്നേഹം കൊടുത്തിട്ടുള്ളവരായിരിക്കാം. പക്ഷെ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് കെയർ ചെയ്യാത്തതും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പരിഗണിക്കാത്തതും, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തരാത്തതും, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നത് പോലുള്ളൊരു സ്നേഹം തരാത്തതും എല്ലാം തന്നെ നിങ്ങളെ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളൊരു ഹെൽത്തി ബൗണ്ടറീസ് എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്, അതായത് എത്രയാണോ നിങ്ങൾ സ്നേഹം കൊടുത്തത് അതേ അളവിൽ തന്നെ, അല്ലെ എത്രയാണോ നിങ്ങളുടെ പേഴ്സൺ തരുന്നത് അതേ അളവിൽ തന്നെ തിരിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ഒരുപാട് നിങ്ങളുടെ പേഴ്സൻ്റെ പുറകെ ഒരുപാട് കരഞ്ഞുകൊണ്ട് പുറകിന് പോകാനും ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ തന്നെയായിരിക്കും കിട്ടുന്നത്. നിങ്ങൾ ലൈഫിൽ കൂടുതൽ സീരിയസ് ആവുക, അതായത് ലൈഫിനെ കൂടുതൽ സീരിയസ് ആയിട്ട് കണ്ട് നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കുക നിങ്ങൾ ലൈഫിന് വേണ്ടിയിട്ട്. നിങ്ങൾ വളരെയധികം, ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ വളരെയധികം സെൻസിറ്റീവാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരുപാട് സങ്കടപ്പെടുന്നവരായിരിക്കും നിങ്ങൾ. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾ വളരെയധികം ലൈഫിൽ കുറച്ച് സ്ട്രോങ് ആവേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കൂ. യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് അതായിരുന്നു. ഇവിടെ വന്നിരിക്കുന്ന ക്ലൂസും കൂടി നോക്കാം. മജന്ത നമ്പർ 30, 1977, കോഴിക്കോട്, ഈഗോ, അശ്വതി നക്ഷത്രം, ട്വിൻ ഫ്ലെയിം കണക്ഷൻ, ആയില്യം, ലെറ്റർ T, 3 weeks, ഉത്രം, നമ്പർ 6, 2000, വയനാട്, നമ്പർ 15, ലോങ് ഹെയർ,
27 പൂരുരുട്ടാതി നക്ഷത്രം ഒക്ടോബർ, ലെറ്റർ I is possible. രോഹിണി 1971. കാർത്തിക നക്ഷത്രം തിരുവാതിര നക്ഷത്രം 1974, 38, 25. ഇടവം മിഥുനം പാസ്റ്റ് ലൈഫ് കണക്ഷൻ 30, 57, 44, number 12. 1989 മെഡിക്കൽ ഫീൽഡ് ഫുട്ബോൾ ചിങ്ങം സെൻസിറ്റീവ് ഇടുക്കി 41. number 8 മെറൂൺ 1994, ലെറ്റർ F നേച്ചർ കർക്കിടകം. number 50 ഉത്രാട നക്ഷത്രം പൂരം നക്ഷത്രം ലെറ്റർ Z. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലൂസ്.